ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മളിവിടെ ധ്യാനിക്കാൻ പോകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. തികച്ചും നാടകീയമായ ഒരു രംഗം. യേശു ഗനേസരത്ത് തടാകക്കരയിൽ നിൽക്കുന്നു. അവിടെ 2 വള്ളങ്ങളും മീൻപിടുത്തക്കാരും ഉണ്ടായിരുന്നു. യേശു അവരെ കണ്ട ആ നിമിഷം തന്നെ താൻ പിടിച്ചെടുക്കേണ്ട മീൻപിടുത്തക്കാരെ മനസ്സിൽ കുറിച്ചു വെച്ചു. പിന്നീട് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടന്നത്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതായപ്പോൾ തന്റെ വള്ളം അടുപ്പിച്ച് വലയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ച് തന്റെ ഭവനത്തിലേക്ക് തിരികെ പോകുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ശിമയോന്റെ അടുക്കിലേക്ക് യേശുനാഥൻ കടന്നു വരികയാണ്. യേശു അവനോട് പറഞ്ഞു, തനിക്ക് ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി ഈ വഞ്ചി അല്പം ദൂരേക്ക് മാറ്റിയിടുക. ശിമയോൻ അല്പം ക്ഷീണിതനായിരുന്നു, എന്നാലും യേശു പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു. യേശു ആ വള്ളത്തിലിരുന്നു കൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. ശിമയോനാകട്ടെ യേശു പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് അവിടെ ഇരുന്നു. യേശു പഠിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ശിമയോനോട് ഒരു കാര്യം പറയുകയാണ്: ആഴത്തിലേക്ക് ഇറങ്ങി വലയെറിയുക. ഇത് കേട്ടപ്പോൾ ശിമയോന് അല്പം നീരസം തോന്നി. എന്നിരുന്നാലും യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാം എന്ന് വളരെ വിനയപൂർവ്വം പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ ശിമയോന് ഒത്തിരിയേറെ മത്സ്യങ്ങൾ കിട്ടിയെന്നാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. ധാരാളം മത്സ്യങ്ങൾ ലഭിച്ചതുകൊണ്ട് ഈ ശിമയോന്റെ വല കീറി തുടങ്ങി. മറ്റുള്ളവരുടെ സഹായത്താലാണ് ഈ വല വലിച്ച് കയറ്റിയത്. നമുക്ക് ഈ തിരുവചന ഭാഗത്തെ ഇത്തരണത്തിൽ ഒന്ന് വ്യാഖ്യാനിക്കാം. അതായത്, ശിമയോന് തുടക്കത്തിൽ തന്നെ ആ രാത്രിയിൽ ധാരാളം മത്സ്യങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഈ മത്സ്യങ്ങൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും വളരെ സന്തോഷത്തോടു കൂടി തന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോരുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ ഇവിടെ അതൊരു അത്ഭുതമായി മാറുകയാണ്. ഇവിടെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ശിമയോൻ അത്രയും നേരം വളരെ നിരാശനായിട്ടാണ് അവിടെ ഇരുന്നത്. കാരണം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒത്തിരി ശ്രമിച്ചിട്ടും ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു നഷ്ടബോധത്തിലാണ് അദ്ദേഹം തന്റെ ഭവനത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തത്. എന്നാൽ കർത്താവ് പറഞ്ഞതുകൊണ്ട് ഒരിക്കൽ കൂടി ശ്രമിക്കാമെന്ന് കരുതിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മറിയുകയാണ് ചെയ്തത്. ശിമയോന് മനസ്സിലായി, തന്റെ മുൻപിൽ നിൽക്കുന്നത് അത് കേവലം ഒരു മനുഷ്യനല്ല, എന്തോ വ്യത്യസ്തതയുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. ആ ദൈവികത തിരിച്ചറിഞ്ഞ നിമിഷം ശിമയോൻ യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് ഏറ്റു പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. പ്രിയപ്പെട്ടവരെ, അവർ തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നമുക്കൊന്ന് വായിക്കാം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് വരുന്നില്ല എങ്കിൽ നമ്മൾ ചിന്തിക്കും, എന്റെ ദൈവമേ, എന്തുകൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെ പോകുന്നത് എന്ന്. എന്നാൽ ഇത് മറ്റൊരു ശ്രമത്തിന് വേണ്ടിയുള്ള ഒരു വിളിയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എപ്പോഴും സാധിക്കണം. നമ്മൾ 1 പ്രാവശ്യം 2 പ്രാവശ്യം പല പ്രാവശ്യം ശ്രമിച്ചിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട്ട് വരുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും ശ്രമിച്ചു കൊണ്ടിരിക്കാനാണ് യേശുനാഥൻ പറയുന്നത്. ചിലപ്പോഴൊക്കെ യേശു നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരാനുള്ള ചില സാഹചര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പരാജയങ്ങൾ നമ്മുടെ മുൻപിലേക്ക് എടുത്തു വെക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശിമയോന്റെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ശിമയോന്റെ ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടായപ്പോഴാണ് യേശുനാഥൻ അവന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നതും അവന്റെ ജീവിതം ആകെ മറഞ്ഞതും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ വരുമായിരിക്കും. എന്നാൽ നമ്മൾ ധൈര്യം കൈവെടിയാതെ, പ്രത്യാശ അറ്റുപോകാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചു കൊണ്ടിരിക്കാനുള്ള ഒരു മെസ്സേജാണ് യേശുനാഥൻ ഇതിലൂടെ നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.